ഭംഗിയാണങ്ങളെ കാണാനാ. അതാണ് ഞങ്ങളുടെ വിഷമം. ഇവർക്കുള്ളത് എടുക്കാൻ ഞങ്ങൾ കല്യാണിലേക്കും ജയലക്ഷ്മിയിലേക്കൊന്നും പോലും ഇതിവിടെ ഒല്ലൂരൊരു അതിന് വേറെ ഒന്നും കഴിക്കില്ല. നമുക്ക് ചില സമയങ്ങളിൽ ചില ആളുകൾ നമുക്ക് ഒരു പിടിയും കിട്ടില്ല എന്ന് പറയില്ല, അതുപോലെ നല്ല പഴുത്ത് പാകമായിട്ടുള്ള മാറി തുടങ്ങി. ഞങ്ങൾ ഇനി വീണ്ടും അടുത്ത ഷോപ്പിങ്ങിന് ഇറങ്ങും. നമ്മുടെ മനോഹരമായ പച്ചമുളകാണ് ഇത്. ഈ പച്ചമുളകിൻ്റെ അവിടെ നമ്മൾ ഈ തടത്തിൽ നോക്കിയാൽ കുറേ സാധനങ്ങൾ നട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അതൊക്കെ നട്ടിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ കണ്ട ഇതിങ്ങനെ പിടിച്ചു. ഇതിൻ്റെ ഒപ്പം കണ്ട ഈ പിടിച്ച് കയറിയിരിക്കും വേണമെങ്കിൽ. അതിനൊപ്പം തന്നെ നമ്മൾ ഇവിടെ ഒരു വെണ്ടത്തടം നട്ടിട്ടുണ്ടായിരുന്നു. വെണ്ടകളൊക്കെ കണ്ട ഒക്കെ നല്ല വലിപ്പമായി. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ അന്ന് ഇതില്ലേ നമ്മുടെ പൈനാപ്പിളിൻ്റെ ഈ തലേന്ന് നമ്മൾ ഒടിച്ച് വെച്ചിട്ടുള്ളതാണ് രണ്ട് പേർക്ക് ഇവിടെ സ്വാതന്ത്ര്യം കൊടുത്തു. കണ്ട ഇതാണ് ശരിയായിട്ടുള്ള ഇത്. അപ്പോൾ ഇനി വെണ്ടകൾ നന്നായി തുടങ്ങി. അപ്പോൾ വെണ്ടകൾക്ക് വളം വേണം. വെണ്ടകൾക്ക് മെയിനായിട്ട് ഞാൻ കഴിഞ്ഞാണ് കണ്ടമാനം വെണ്ടക്കായ ഉണ്ടായി. കണ്ടമാനം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കധികം വെണ്ടക്കായ ഉണ്ടായി. മെയിനായിട്ടുള്ള വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണമായിരുന്നു. പക്ഷേ നമ്മുടെ ചാണം കഴിഞ്ഞു. അപ്പോൾ അടുത്ത വണ്ടി ചാണം നമ്മൾ മണ്ണുത്തിന്ന് നമ്മുടെ പൗലോസേട്ടൻ, പട്ടിക്കാടുള്ള പൗലോസേട്ടൻ ചാണമായിട്ട് കുറച്ച് കഴിഞ്ഞ് എത്തും. അപ്പോൾ ആ ചാണത്തിനെ നോക്കിയിരിക്കണം. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിന് ചാണം മാത്രമല്ല നമ്മൾ ഇങ്ങനെ കൊത്തി കളച്ചിട്ട് നമ്മുടെ ഒരു വളം കൂടി അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പോവാം. ബക്കറ്റ് എടുക്കാം. അതേ ഞാനേ ഇന്നാൾ കൃഷിഭവനിലുള്ള അവർ വന്നിട്ട് നമ്മുടെ കൃഷി നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു 3-4 ദിവസം മുമ്പ്. അപ്പോൾ അവർക്ക് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടിട്ട് ഭയങ്കര അത്ഭുതമായി. അതായത് എല്ലാവർക്കുള്ള പച്ചക്കറികൾ ഇപ്പോൾ എൻ്റെ മാത്രമല്ല കേട്ടോ, മൊത്തത്തിൽ നമ്മുടെ വീട്ടിലത്തെ എല്ലാവർക്കും കാര്യങ്ങളാണ്. ഈ കൃഷിഭവൻകാർ ഇതിനെക്കുറിച്ച് അറിയില്ല. അവർക്ക് എല്ലാവർക്കും ആവശ്യമുള്ള പച്ചക്കറികൾ, എല്ലാവർക്കും കോഴികൾ, എല്ലാവർക്കും മീനുകൾ, കോഴിമുട്ട, ഇതൊക്കെ എല്ലാ വക സൗകര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഈ കമ്പോസ്റ്റിൽ ചവറ് വാരി കൂട്ടിയിട്ടുള്ളത് നമ്മൾ ആ പാലക്കാടുള്ള ആ ടീച്ചറില്ലേ വിജയകുമാരി ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ള മെത്തേഡില്ലേ, ജഗുവിനെ വെല്ലിച്ചൻ വിളിക്കുന്നുണ്ട്. ജഗോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അതാ ആ ടീച്ചർ പറഞ്ഞു തന്നിട്ട് മെത്തേഡിലുള്ള നമ്മുടെ കമ്പോസ്റ്റാണ് നമ്മുടെ ഈ കോഴിക്കോടിൻ്റെ അപ്പുറത്ത് ഉണ്ടാക്കിക്കൊണ്ടത്. ഞാനതിൽ നിന്ന് ഇപ്പോൾ കമ്പോസ്റ്റ് ഒരു വട്ടാണ്ട് എടുക്കുന്നത് കാണിച്ചിട്ടുള്ളത്, പിന്നെ എടുത്തിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതും കൂടി കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം. അവർക്ക് ഇതൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു ഈ പാലക്കാടുള്ള ഒരു സ്ഥലത്ത് അവിടെ പല ആളുകളും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഈ മെത്തേഡ്. നമ്മൾ ഇതിൻ്റെ മീതെ ഷീറ്റാണല്ലോ വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ കുറച്ച് സാധനങ്ങളാണ്. വേണ്ട നോക്കിയേ പൊടിയിട്ടേണ്ട. ഇത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളോടൊരു ബഹുമാനം തോന്നി അവർക്ക്, ഈ കൃഷിഭവനിലത്തെ ആളുകൾക്ക് ഈ മെത്തേഡ് കണ്ടിട്ട്. നമ്മളവിടെ ഇതൊന്നും ഇല്ലയെന്ന് ഞാൻ നമ്മുടെ വെണ്ടയ്ക്ക് നമ്മുടെ ചാണത്തിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഇതും കൂടി കൊടുക്കാൻ തീരുമാനിച്ചു. കണ്ടാ പൊടിയിട്ടുള്ള വളമാണ്. നോക്കിയേ ഇതിൻ്റെ അടിയിൽ ഇതിൽ സൂചിക സരിതയും ചവറ് കൊണ്ടുണ്ട്. കണ്ട നമ്മൾ പൊടിഞ്ഞ സാധനം ഇതിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ ഉഗ്രമായ വളം നമ്മൾ ചവറും എല്ലാം ഉണ്ട് കേട്ടോ. ഇതിൽ വീട്ടിലെ അടുക്കള വേസ്റ്റും ഒക്കെ ഉണ്ട്. ജൈവം മാത്രം, ജൈവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അജൈവ ഇതുകളില്ല. നോക്കിയിട്ട് തന്നെ വളത്തിൻ്റെ ഗുണം കൊണ്ട് നോക്കിയ ഒരു വണ്ടൻ ചാണപ്പുഴു കണ്ട. വളത്തിൻ്റെ പ്രത്യേകത കൊണ്ട് വണ്ടൻ ചാണപ്പുഴു കണ്ട. ഈ വളം കൂടുമ്പോഴാണ് ഈ സാധനം ഉണ്ടാവുക കണ്ട. ഇനി നമുക്കത് മൂടി വയ്ക്കാം. ഇത് കുറച്ച് ചാണം കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചവറ് കൂടി ഒന്ന് പൊടിയും. അപ്പോൾ ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക് ഞാൻ കൊടുക്കുന്ന വളം കേട്ടോ. വെണ്ടകളെ നിങ്ങൾക്കിതാ
ഒരു വേറെ വളം. അപ്പോൾ നമ്മുടെ കൃഷിഭവനിലത്തെ ചേച്ചിമാരല്ല അനീത്തിമാർ തന്നെ. ചേച്ചിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 56 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ പറ്റില്ലോ, നമുക്കായി പ്രായം. അപ്പോൾ അനീത്തിമാർ കണ്ടപ്പോൾ അവർക്ക് ഇത് നമ്മുടെ അവിടുത്തെ കുറേ പേരോട് പറയണമെന്ന് പറഞ്ഞു കൃഷിഭവൻ. പിന്നെ നമ്മുടെ വലതയിലേക്കില്ലേ സുമോ കപ്പേര തണ്ടുകൾ കുറച്ചുണ്ടായിരുന്നു, അതവർ കൊണ്ടുപോയി നാട്ടുകാർക്ക് വിതരണം ചെയ്യാൻ. അങ്ങനെ കാര്യങ്ങൾ കേട്ടോ. പിന്നെ കല്യാണാവാറായപ്പോൾ പിള്ളേർ പെയിൻ്റ് അടിക്കാൻ വരും. ഇവിടെ വീടിൻ്റെ ചുറ്റുവട്ടം ഇതൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കുന്നുണ്ട്, എല്ലാവരും പെയിൻ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ഒന്ന് വെറുതെ ഒന്ന് മോടി പിടിപ്പിക്കാൻ പോകുന്നുണ്ട്. ഞാൻ ഈ വലത് കൈയിലാണ് എപ്പോഴും. നമ്മൾ വലത് കൈക്ക് ഇവിടെ വേദന ഉണ്ടല്ലോ, മറ്റേ ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞില്ലേ, അത് നേരിയ വേദനയുള്ളപ്പോൾ ഒരുവിധം കുറഞ്ഞു വേദന. അപ്പോൾ എപ്പോഴും വലതയിൽ വേദന കുറഞ്ഞപ്പോൾ വലതൈ കൊണ്ട് ഇത് കൂടുതൽ ലോഡ് പിടിക്കലായി പണിയെടുക്കുമ്പോഴൊക്കെ. പക്ഷേ മറന്നിട്ടാണ്. ഇടത്തേക്ക് കുഴപ്പമില്ല, വലതയിൽ ഇതിലാണ് വേദന. വേദന ഒരുവിധം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഈ വളം കൂടിയും ആകെ ഇട്ട് കൊടുക്കുന്നുട്ടോ ഞാൻ. അത് നമ്മുടെ പുഴു ഇതൊന്ന് കൊത്തി കളച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിന് മീതെ ചവറിട്ടിട്ട് നമ്മൾ വണ്ടിക്കാരൻ വന്നു, ചാണവണ്ടി വന്നു. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ ചാണവണ്ടി വന്നു. എന്നിട്ട് ചാണവണ്ടിക്കാ ഒരു ലോഡിന് 4500 രൂപ. ഇത് നമ്മുടെ പൗലോസേട്ടാ. പട്ടിക്കാട് നാളെ വീട്. നിങ്ങൾക്ക് ചാണം വേണമെന്നുണ്ടെങ്കിൽ ആൾക്ക് ഒന്ന് വിളിച്ചാൽ മതി. ആളെ നമ്പർ നമുക്ക് ഇവിടെ കൊടുക്കാം. വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചാണം തീയും. ഇത് മണ്ണുത്തി യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അത് തന്നെ അടിപൊളി ചാണമായിരിക്കും, വലിയ മണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചാണം നമ്മൾ ഇത് അവിടെയാണ് കിട്ടുന്നത്. ഇതിവിടെ കൊണ്ടുവന്നിട്ടാൽ മതി. ഇങ്ങോട്ട് വന്ന സ്ഥലം കാണിച്ചു തരാം. ഇവിടെ കിട്ടാൽ മതി. ഇതിപ്പോൾ ചാണം എത്ര അകലേക്ക് വരെ കൊണ്ടുപോകും? ഞങ്ങളിപ്പോൾ അത്യാവശ്യം തൃശ്ശൂർ ജില്ല ഒരുവിധം എത്തിക്കും. അതിനപ്പുറത്ത് എറണാകുളത്ത് നിന്ന് ആവശ്യത്തിന് പോലും അല്ല. വണ്ടി വാടക കൂടുതൽ തരാനില്ല, അങ്ങനെയാണ് കൊണ്ടുപോകില്ല. അപ്പോൾ എവിടേക്കാണെങ്കിലും എത്തിക്കും. പക്ഷേ വാടക കൂടുന്നു മാത്രം. അത് നമുക്ക് പശു ഉണ്ടായിരുന്നു. ചാണത്തിൻ്റെ ആവശ്യം വരാറുണ്ടായിരുന്നില്ല. പശു എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റില്ല. നമ്മൾ പല സ്ഥലങ്ങളിലേക്കും പോകണതല്ലേ. അതുകൊണ്ടാണ് നമ്മൾ പശുവിനെ ഒഴിവാക്കിയത്. ബാക്കി അല്ലാണ്ട് കോഴി, മീൻ ഒക്കെ ഉണ്ട്, പച്ചക്കറി ഒക്കെ ഉണ്ട്. പക്ഷേ പശുവിനെ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരാൾ വേണം. അതന്നെ, അത് നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പശുവിനെ വളർത്താത്തത് കേട്ടോ. നല്ല പച്ചയാണ്. കഴിഞ്ഞ തവണ നമ്മുടെ അവിടെ ഇട്ടത്. അപ്പോൾ ഈ ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അല്ലേട്ടനും ചെറിയേട്ടനും ഇവിടെ ഇട്ട് കൊടുത്തു. അയ്യോ എൻ്റെ മെതി തിരക്കില്ലേ. ഇതിപ്പോൾ എല്ലാവർക്കും കൂടി ഉപയോഗിക്കാനാണ് കേട്ടോ. അപ്പോൾ അല്ലാണ്ട് എനിക്ക് മാത്രമല്ല, ഇപ്പോൾ അവിടെയുള്ള ചാണം അല്ലേട്ടനും ചെറിയേട്ടനും എല്ലാവരും ഉപയോഗിച്ചു. അതേപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്നത് മാത്രം സ്ഥലം അവിടെ സ്ഥലമില്ലല്ലോ ശരിക്കും ഇടാനായിട്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇനി അവർ ചാണം നിറയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ ചാണം ഇറക്കൽ കഴിഞ്ഞു. ഒരു സ്ഥലത്തും ഈ സ്ഥലത്ത് 2 സ്ഥലത്തായിട്ട് ഇട്ടുകൂടാ. അപ്പോൾ ചാണം റെഡി. ഇനി നമുക്ക് വേണ്ടത് ആട്ടുംകാട്ടമാണ്. ആട്ടുംകാട്ടം നമുക്ക് നമ്മുടെ കുട്ടനല്ലൂർ ഒരു ആട് വളർത്തുന്ന ഒരു വീടുണ്ട്, അവിടേക്കാണ് പോകുന്നത് കേട്ടോ. ആ ചേട്ടൻ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആട്ടുംകാട്ടം എടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ച് പോകണം. അപ്പോൾ നമുക്കിനി കുട്ടനല്ലൂർക്ക് സുജിത വിറകുകൾ ഒതുക്കുന്നു, സുജിതയുടെ പിള്ളേർ സഹായിക്കുന്നു, ഒരാൾ ഇവിടെ നിന്ന് പേപ്പർ വായിക്കുന്നു. അവൾ ചിരിച്ചിരിക്കുക.
അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോകാൻ വെച്ചിട്ട് നമ്മുടെ അമ്പലം അടുത്ത മാസമാണ് ഇവിടെ പോരട്ടാ. ഇവിടെ ഒരു ഓട്ടോറിക്ഷ ഉണ്ട്, നമുക്ക് അതൊന്ന് വിളിച്ചിട്ട് പോവാം. ഒരു 5 ചാക്ക് ആട്ടുംകാട്ടം കൊണ്ടുവരാനായിട്ട് കുട്ടലൂർ നമ്മുടെ താമരശ്ശേരി അടക്കില്ലേ. അതെ കുട്ടലൂർ സെൻറ്റർ എത്ര മുമ്പ് ലെഫ്റ്റ് സൈഡിൽ ഒരു വീടുണ്ട്, എൻ്റെ പിന്നെ ഇവിടെ വന്നാൽ മതി. എടുക്കണ്ട ഒരു വണ്ടി ഓട്ടോറിക്ഷ പോകുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ആട്ടുംകാട്ടം വാങ്ങിക്കുന്നത് കേട്ടാ. അയ്യോ അടച്ചിട്ടോക്കാലോ. അതേ വരുന്ന ആൾ പുല്ലായിട്ട് വരുന്നു. ഇവിടെ ഒരു പണിക്കാരുണ്ട്. അടഞ്ഞെടുക്കുന്നു. എത്ര ആട്ടങ്ങളുണ്ട് ഇപ്പോൾ? 50 ഉണ്ട്. എല്ലാം മലബാറിയെ ആൾക്കറിയില്ലേ? അതെ ഇതേണ്ട ആട്ടങ്ങളുണ്ട. കുറേ ആട്ടങ്ങളുണ്ട് പലതരത്തിലുള്ളത്. കണ്ട ഇതിന് മുകളിലാണ് കൂട്. കണ്ട ഞാൻ ഒരു 30 കിലോൻ്റെ 5 എണ്ണം എത്ര പറ്റും? അപ്പോൾ എടുത്തു വെച്ചെന്ന് പറഞ്ഞിട്ട് ചാക്കിൽ എടുത്തു വെച്ചെന്ന് പറഞ്ഞിട്ട് സൈഡിൽ വെച്ചോണത്. ശരി. ഇപ്പോൾ ഇവിടെ വന്ന് ആട്ടങ്ങൾ ഇട്ടിട്ട് വാങ്ങിക്കാം. ഇത് വലിയ ആടാ. കണ്ട വണ്ടൻ ടൈപ്പ് ആട്. കണ്ട ഇതിന് ചെവി നോക്കിയേ. ഇതൊക്കെ മലബാറിയില്ലേ? തല ചൊറിയൂർക്ക് മുട്ടകളില്ലേ ഒക്കെ അതല്ലേ. ഹലോ ഇത് ആളെ പിള്ളേരില്ല അതുകൊണ്ടല്ലേ കുട്ടി ഭാഷ. ആട്ടങ്ങൾ ഇങ്ങോട്ട് വന്ന് തുടങ്ങി എല്ലാവരും. നിന്റെ വീട് എവിടെയാ? ടാഗോർ റോഡിലല്ലേ? അവിടുത്തെ ആളെ വിളിക്കുന്നുണ്ട്. അന്ന് കോഴിക്കോട് വീഡിയോ കണ്ടു ഞാൻ. വേഗം കൊണ്ടുവരും. അതൊരു സാഹസികമായിട്ടുള്ളതായിരുന്നു. അവസരപ്പെടണ്ട. അല്ല അത് തൂക്കം നോക്കണവർക്ക് 10 രൂപ 5 ചാക്ക്. നമ്മുടെ മാതൃഭൂമിയുടെ അവിടേക്ക് പശുമുട്ടി കൊണ്ടുവന്നിരുന്നു. അവിടെ ചേച്ചി പറഞ്ഞു ഇങ്ങനെ കാട്ടും നമ്പർ ഞാൻ മേടിച്ചില്ല. മാതൃഭൂമി ബാക്കിൽ ഇതിവിടെ എപ്പോഴും ആട്ടുംകാട്ടുണ്ടാവും വീട്ടില്. മുന്തിരിയല്ലേ? മുന്തിരി സപ്രോട്ട കുറേ കൃഷിയിലുണ്ട് ടീച്ചറിന്. അല്ലറച്ചല്ല. ഇവിടെ എപ്പോഴും വളം ഉണ്ടാവില്ല. അതെ തൂക്കത്തിനാണ് കാശ്. 1 കിലോയ്ക്ക് 10 രൂപ. ആൾ തൂക്കം നോക്കാണ്. മറ്റേ ത്രാസൊന്നുമല്ല, ഭയങ്കരമായ ത്രാസാണ് കേട്ടോ ഇവിടുത്തെ. കേട്ടോ ഇതാണ് തൂക്കം നോക്കണം. എൻ്റെ അത് ഇങ്ങനെയാണ് തൂക്കം നോക്കാൻ പോകണം കേട്ടോ. ഇതേറെ പിടിക്കണ ഒരു മിനിറ്റ്. ഞാൻ എൻ്റെ കൈ പോല കേട്ടോ ഇങ്ങനത്തെ തൂക്കം നോക്കണ രീതി. 18 അല്ലേ? 18 കിലോ കൈയോടല്ലേ ഏരിയ. ഇങ്ങനെയാണ് തൂക്കം നോക്കണ എൻ്റെ രീതിയിൽ ഇവിടുത്തെ. അപ്പോൾ നമ്മൾ 4 ചാക്ക് വാങ്ങിക്കാനേ വന്നേ. അല്ല 5 ചാക്ക് വാങ്ങിക്കാനേ വന്നേ. കൂടുതലെടുത്തു. അപ്പോൾ അവിടെ വന്നോ മനസ്സിലായില്ലേ? അറ്റത്ത് ഏറ്റവും പിന്നിലത് വീണാണ് എൻ്റെ. ഞങ്ങൾ മുന്നിൽ പോവാം. ശരി കേട്ടപ്പോൾ അങ്ങനെ ആട്ടുംകാട്ടമായി നമ്മുടെ ഓട്ടോറിക്ഷ നമ്മുടെ പിന്നിലൂടെ വരികയാണ്.
ഇത് പോന്നു വില ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ 156 കിലോ ആട്ടുംകാട്ടം വാങ്ങിച്ചു. 1560 രൂപ. 10 രൂപ എല്ലാ സ്ഥലത്തും 10 രൂപ ചെയ്യുന്നുണ്ടല്ലേ ആട്ടുംകാട്ടത്തിന്? അതെ. ആ ഇതെന്താന്ന് വെച്ചിട്ടില്ലേ, ഇതിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് നനഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ തൂക്കത്തിൽ ഭയങ്കര വ്യത്യാസം വരും. ഓക്കെ, അങ്ങനെ ആ ഭാഗം ഓക്കെ. അങ്ങനെ പുതിയ മുറം എൻ്റെയും നിങ്ങളുടെയും നിരന്തരമായ ആവശ്യം അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ചേട്ടൻ ദേ ഇപ്പം എന്നെ വാങ്ങിച്ചോണ്ടത് കൊട്ട വാങ്ങിക്കാൻ പോയതായിരുന്നു. കൊട്ട വാങ്ങിച്ചപ്പോൾ ചെറിയ കൊട്ടയെ നല്ല വലിപ്പമുള്ളതാണ്. പിന്നെ ഇത്രയ്ക്ക് താഴ്ചയുണ്ട്. പച്ചക്കറി പൊട്ടിക്കാനുള്ളതല്ല കേട്ടാ ഇത് പറഞ്ഞത്. അപ്പോൾ കൊട്ട ഞാൻ വാങ്ങിച്ചില്ല. ഇതിന് 150 രൂപയാണ് ഇതിൻ്റെ വില. കടപ്പത്തനായിട്ട് നല്ല ഭംഗിയിരിക്കും. പിന്നെ നമ്മുടെ ഏറെ പരാതികൾ ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ആദ്യം തന്നെ കാണിച്ചു തരുന്നത്. ഉള്ളി ഞാൻ നട്ടത് കാണിച്ചു കൊടുക്കും. അതിന് ഏറെ പരാതികൾ ചേട്ടൻ എന്തിനാണ് അല്ല ഞാൻ പറയുന്നത്. ഇതണ്ട സരിത നട്ട ഉള്ളിത്തടമാണിത്. ഒരാഴ്ച മുമ്പ് നട്ട തടം ഒരെണ്ണം പോലില്ലാണ്ട് ഒക്കെ മുളച്ചു. കണ്ട അത്രയ്ക്കും ഇതാണ്. അപ്പോഴേ സരിത പറഞ്ഞു, സരിത നട്ട സാധനം ഞാൻ നനയ്ക്കില്ലെന്ന്. അതാണ് ഞാൻ പരാതി കേട്ടതെന്ന് പറഞ്ഞത്. കണ്ട ഇവിടെ മറച്ചു പിടിക്കുന്നുണ്ട. നന്നായി നനച്ച് 3 നേരം നനച്ച് കൊടുത്തിട്ട് അത് ഞാനെന്ത് പറയാൻ ഒരു കാരണമുണ്ട്. പണ്ട് നമ്മുടെ അലക്കുകല്ലില്ലേ, അലക്കുകല്ലുള്ളതിൻ്റെ അപ്പുറത്തായിട്ട് പണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ഭംഗിയാക്കണേക്കാളൊക്കെ വളരെ മുൻപ് ഞാൻ ചേട്ടൻ ഈ ഇതില്ലേ ഇതിട്ടാണ് മണ്ണുത്തിന്ന് വിത്ത് വാങ്ങിച്ചു കൊണ്ടുവന്നതിലൊരു ഇതിരിക്കണ്ടായിരുന്നു, കുമ്പളങ്ങേര വിത്ത്. 3-4 ചേട്ടൻ നട്ടു. ബാക്കി വിത്ത് അതിലിരിക്കുന്നുണ്ട്. ആ വിത്തൊന്നും മുളച്ചില്ല. അപ്പോൾ ഈ വിത്ത് ബാക്കിയിലിരിക്കണത് നടാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ പറയാം എൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് നടുക, ഇനി അതാവില്ല എന്നോ. ഇതെന്തായാലും വെറുതെ ഇരിക്കല്ലേ. ഞാൻ എന്നിട്ട് അലക്കല് നമ്മൾ അലക്കുമ്പോൾ എന്നും അവിടെ വെള്ളമാവണമല്ലേ, അവിടെ ഞാൻ ഇത് കൊണ്ടുവന്ന് ആക്കി. അപ്പോൾ ഇത് നിർഭാഗ്യം എന്ന് പറയട്ടെ, എൻ്റെ നിർഭാഗ്യം എന്ന് പറയട്ടെ, അത് മുളച്ചു. അതിനെ പറയുന്നത്. അപ്പോൾ ചില ദിവസം ഇപ്പം നമ്മൾ എല്ലാ ദിവസവും അലക്കണമെന്നില്ല, വാഷിംഗ് മെഷീനിലൊക്കെ ആവില്ല അലക്ക. അപ്പം ഇതില്ല. അപ്പം അതിൻ്റെ അടുത്തൊക്കെ ചേട്ടൻ വേറെ സാധനങ്ങൾ നട്ടിട്ടുണ്ട്. അതിനൊക്കെ ചേട്ടൻ നനയ്ക്കും. ഈ കുമ്പളങ്ങയ്ക്ക് മാത്രം ചേട്ടൻ നനയ്ക്കില്ല. എന്നിട്ട് അതിങ്ങനെ വാടി കിടക്കും. ഇല്ലേ? ഓർമ്മയുണ്ട് അത്? ചിരിക്കണോ? ഓർമ്മയുണ്ട്. അത് ഞാൻ പറഞ്ഞതാ. അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള നമ്മുടെ ചോളങ്ങളൊക്കെ ഉണ്ടായി ആക്രമണം തുടങ്ങി. ഒക്കെ ആക്രമണം തുടങ്ങിയിട്ട് നോക്കിയേ. ചോളം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ എല്ലാത്തുമ്പിലും. നോക്കിയേ ഇത് മറ്റേ ശിലങ്കേര മണി വാങ്ങിച്ച് കെട്ട് ചേട്ടാ. അല്ല ഞാനിത് തവണ ഇത് കിളികൾക്കും മണ്ണാറക്കണ്ണന്മാർക്കും തത്തമ്മർക്കും തിന്നാനായിട്ട് ഞാൻ ഈ ചോളം കൃഷി വിട്ടുകൊടുത്തു തോന്നി. അതാ പറയാൻ നമുക്ക് തിന്നണ്ട. എല്ലാ പൊതിയുമ്പിലും ഒരു ആക്രമിക്കുന്നുണ്ട് കേട്ടാ. ഞാൻ വിതച്ചാലും കൊയ്താലും പോരാ, തിന്നാനും യോഗം വേണമെന്ന് പറയില്ലേ, മേലെ പറമ്പിലാണുള്ളത് പോലെ. അല്ല ഇത് അവർക്ക് കൊടുക്കാണ്. എനിക്ക് വേണമെങ്കിൽ ഓറ വെച്ച് കെട്ടിവിടുക. തത്തമ്മകളും അണ്ണാറക്കണ്ണന്മാരും അവരാണെങ്കിലേ പാപ്പിലാവും. വന്നിട്ട് ഞാൻ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോഴേ ചലച്ചിട്ട് അങ്ങോട്ട് എന്തൊരു രസമെന്നറിയോ. കലപ്പില ഇപ്പോഴും ഉണ്ട്. അപ്പൊ നീ എന്തിട്ട് പൊട്ടിക്കാൻ വന്നേ? ഞാനിപ്പം തൊട്ടപ്പോ പൊട്ടിക്കുക കളക്കുന്നില്ലേ. വേറൊരു സംഭവമാണ് കേട്ടോ നീ കാണിക്കാൻ പോണത്. നോക്കിയേ തെങ്ങിൻ്റെടാ കടാ ഒക്കെ നട്ട്. ഇതിലും കുറേ പരാതി കേട്ടിട്ടുള്ള സംഗതിയാണ്. ഇതാണ് ഈ നമുക്ക് ചില സമയങ്ങളിൽ ചില ആളുകൾ നമുക്കൊരു പിടിയും കിട്ടില്ല എന്ന് പറയില്ല. അതുപോലെ എനിക്ക് ചില സമയങ്ങളിൽ ചേട്ടന് ഒരു പിടിയും കിട്ടാത്ത ഇതാ. പറയുന്നതും പ്രവർത്തിയും തമ്മിലൊരു ബന്ധമില്ല. ഇത് എന്തെന്നും പറഞ്ഞിട്ട് വലിച്ചു കളഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്നുകൂടി കണ്ടുനോക്കുക. അത് തെളിവാണ്. ചേട്ടന് നിഷേധിക്കാൻ പറ്റില്ല. അത് എന്തുട്ടാ പറഞ്ഞേ, ഇതിൻ്റെ ഉള്ളിൽ പാമ്പ് വന്ന് കിടക്കും വഴിയിൽ, ഇങ്ങോട്ടൊക്കെ വന്നു തുടങ്ങി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ ഇത് കളഞ്ഞത്. അന്ന് ഒരെണ്ണം നട്ടുണ്ടായിരുന്നു. ഒരെണ്ണം നട്ടെന്നാണ് നിറച്ചുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നോക്കിയ നട്ടേക്കണത്. അപ്പം ഇതൊക്കെ മുഴുവൻ ഇവിടെ 30 എണ്ണം നട്ടു. അപ്പം ഇതൊക്കെ ഇവിടെ കാട് പിടിക്കില്ലേ? ഇനി ഇവിടെ ഒത്തിരി നാൾ അതെ. അപ്പം അങ്ങനെയായി. അതെ. അപ്പൊ ആദ്യത്തെ നമ്മുടെ നമുക്ക് കുറച്ച് സാധനങ്ങളെ വിളവെടുക്കാനുള്ള മുളക് പഴുത്തത് അതുപോലൊക്കെ പഴുത്തിട്ടാ നിൽക്കണേ. ആദ്യം നമ്മുടെ ഉണ്ടമുളക് പൊട്ടിക്കാം. നോക്കിയാ ഇതിട്ടാ, ഇത് നമ്മുടെ കൊണ്ടാട്ടമുളക്. അത് കത്ര കൊണ്ട് പൊട്ടിക്കണേ?
കത്തറുണ്ട് മുറിക്കണ നോക്കിയേ. ഇതിങ്ങനെ പൊട്ടിച്ചൂടെ സുഖമായിട്ട്? സരിത നമ്മുടെ ആദ്യത്തെ പച്ചമുളക് ഇത് അയ്യോ അപ്പോഴേക്കും ഞാൻ ഇവിടെ 2 എണ്ണം പൊട്ടിച്ചു. അല്ല ഞാനാണ് ആദ്യം പൊട്ടിച്ചത്. അതെ, ഇതില്ലേ ബ്ലേഡ് കൊണ്ട് കീറിയിട്ട് തൈരിൽ ഇട്ട് വയ്ക്കണം. ഇതിന്റെ എരിവ് ചേട്ടൻ പരീക്ഷിക്കില്ലേ? ഇതിൻ്റെ അയ്യോ കണ്ടാ നോക്കിയേ, തൊട്ടപ്പോഴേക്കും വീണു. ആ അല്ല ഇതിൻ്റെ എരിവ് അതിൻ്റെ നോക്കണ വേണ്ട, ഇത് അത്യാവശ്യം നല്ല എരിവുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇനി വലുതായിട്ടാണ് ഇത് കവറിലാക്കിയിട്ടേ അല്ലെങ്കിൽ ഒരു ബോക്സിലേക്ക് അടച്ചിട്ടെങ്ങാനും ഫ്രിഡ്ജിൽ വയ്ക്കുക. എന്നിട്ട് ഇത് എല്ലാം വലുതായിട്ട് ഒരുമിച്ച് നമുക്ക് കൊണ്ടാട്ടം മുളക് ഉണ്ടാക്കാം. അത് മതി. അല്ലെങ്കിൽ ഇത് ഇത്തിരി 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 ഇങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കണ്ട, തൈരിലിട്ട് വെച്ചിട്ട്. തൈര് ജഗ്ഗ തൈര് കൂട്ടി ചോറിനു നന്നായി. നല്ല ഉപ്പും പുളിയൊക്കെ ഉണ്ടാവില്ല, എരിവും. പയർ നോക്കിയ തത്തമ്മകള് പൊളിച്ചിട്ട് നോക്കിയേ. നോക്ക്, കണ്ടില്ലേ ഈ മണിയുള്ള ഭാഗം നോക്കി പൊളിച്ച് 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 തിന്നിട്ട് നോക്കിയേ ചേട്ടാ. ഈ പയറും ചേട്ടൻ തത്തമ്മയ്ക്ക് വിട്ടു കൊടുക്കാണോ? പിന്നെ മത്തങ്ങ പൊട്ടിക്കാം. അടുത്ത വിളവെടുപ്പ് സരിതിക്ക് വിളവ് എടുക്കണം. മത്തങ്ങ പഴുത്ത് പാകമായി. ദൈവമേ, സരിതിക്ക് മുറിക്കണേ. ആ ഒരു കമന്റ് ഉണ്ടായിരുന്നു, മത്തനുമ്മ മുഴുവൻ മത്തങ്ങയാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആക്കിയരാ. അയ്യോ അത് പൊളിക്കല്ലേ, പിടിച്ച് പൊളിക്കല്ലേ. ഇതെല്ലാം മുറിക്കുന്നു മത്തങ്ങേരെ. തണ്ടിന് നല്ല പഴുത്ത് പാകമായിട്ടില്ല കേട്ടാ. ഇത് മാസങ്ങളോളം ഇരിക്കും അത്. അതാണ് ഇതിൻ്റെ ഈ മത്തങ്ങേരെ പ്രത്യേകത. ചെറുേട്ടനത് കണ്ട വായിൽ വെള്ളം വരും. ചെറുേട്ടൻ്റെ ഫേവററ്റ് സാധനമാണ് മത്തങ്ങ. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ മുറന്നാശാവൂ. ഇല്ല, അങ്ങനെ ഒരു 2-2.5 കിലോ 3 കിലോ തൂക്കം ഉണ്ടാവില്ല. അതേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ മത്തനുമ്മ മുഴുവൻ മത്തങ്ങ എന്ന് പറയുന്നുണ്ട്, അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ടേ. അതായത് മത്തനുമ്മ പിന്നെ മത്തങ്ങ അല്ലാണ്ട് പിന്നെ എന്തിട്ടുണ്ടാവാന്നുള്ളതിൽ ഞാൻ ഉദ്ദേശം എന്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിങ്ങനെ കുറേ പൂവുണ്ടായി ഇടയിൽ ഒരു മത്തങ്ങ ഉണ്ടാവും. അങ്ങനെയാണല്ലോ, വെറുതെ പൂ മാത്രമായിട്ട് വരും, അങ്ങനെയല്ല സാധാരണ. ഇത് പക്ഷെ ഉണ്ടാവണ പൂവൊക്കെ മത്തങ്ങയാണ്. ഇപ്പം നോക്കി എത്ര എണ്ണം അങ്ങനെ ഉണ്ടായിക്കൊണ്ട്. ഇപ്പം ഇത് ഉണ്ടായതാണ്, കണ്ട നോക്കിയേ, മത്തങ്ങയുണ്ട് കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇവിടെ വേറൊരെണ്ണം കൂടി കണ്ടു, ചെറുത്. പക്ഷെ ഒരു ആൺപൂവ് ഉണ്ടായാലല്ലേ നമുക്ക് ഇതിനൊന്ന് പരാഗണം നടത്തി കൊടുക്കാൻ പറ്റുള്ളൂ. ആൺപൂവ് ഉണ്ടാവണില്ല, ചെറുേട്ടൻ്റെ അവിടെ ഇല്ല. ഞാൻ ഒന്ന് ചോദിച്ചു, ഇത് കാലത്ത് വിരിഞ്ഞ് നിൽക്കണ കണ്ടപ്പൻ ഞാൻ ചെറുേട്ടൻ്റെ അടുത്ത് പോയി ചോദിച്ചു. അപ്പം അവിടെ ഒന്നും ഉണ്ടാവണില്ല. അത് ശരി. മറ്റേ ലോല, ബ്ലാക്ക് ലോല. അങ്ങനെ ലോല പിടിച്ചോ. വല്ലതുണ്ടോ? ഇനി വല്ലതുണ്ടോ? ഇതിൻ്റെ നീളം കണ്ട ഇല്ല. ഞാൻ വെറുതെ ഇങ്ങനെ വെച്ചിട്ടുള്ളോ? ചേട്ടൻ്റെ കഴുത്തിൻ്റെ അളവെടുത്തതാ. കറക്റ്റിൻ്റെ നീളം. വൈകിട്ട് പയർ 2-3 അല്ലുള്ളൂ കേട്ടോ. നീ പഴുതനെങ്കിൽ പൊട്ടിക്കുക. തക്കാളികൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് നോക്കിയേ. തക്കാളികൾ നിറച്ചുണ്ടായി പോണത്. നീ പൊട്ടിച്ചാൽ മതിയാ? പൊട്ടിച്ചോളൂ. വഴുതര കയ്യിൽ കൊടുക്കാം. വഴുതനെങ്കിൽ പിന്നെ നമുക്ക് ഒരു നാളെ ചൂടാൻ സരിതേ. ചുട്ട് ചമ്മന്തി അരക്കാല്ലേ? മറ്റേ ഈ എണ്ണയിൽ ചുട്ടിട്ടേ, എണ്ണ മേത്ത് പറ്റിയിട്ട്. എണ്ണ മേല് പറ്റിയിട്ടാ? പഴുത്തത് എന്തിനാ പൊട്ടിച്ചേ? അല്ല ഇത് നിന്നിട്ട് എന്താ കാര്യല്ലേ? ആ പഴുത്തത് ഭയങ്കരമായിട്ട് മൂത്തതാ കേട്ടാ, ഒരു കാര്യമില്ല. ഞാൻ പിടിക്കുന്ന നീ പിടിക്കണോ? ചേട്ടൻ പിടിക്കും. ഈ പച്ചമുളക് അടി കൂടെ പിടിക്കും മുറത്തിന്റെ. ഈ പച്ചമുളക് പൊട്ടിക്കില്ല?
പച്ചമുളക് പൊട്ടിക്കണം, പഴുത്തിട്ട് കുറേ നിൽക്കുന്നുണ്ട്. ഇരുട്ടാവുമ്പോഴത്തേക്ക് ഔ മോശമല്ലേ? മോശമില്ല. അപ്പോൾ അവിടേക്ക് പോവാം, അല്ലാണ്ട് അവിടേക്ക് പോവാം. ചേച്ചീനെ എല്ലാം ചേട്ടനെയൊക്കെ കണ്ടിട്ട് കുറേ നാളായില്ലേ. അപ്പോൾ ചേച്ചി നല്ല ഉഷാറായിട്ടാ. മത്തങ്ങ വേണോ കുമ്പളങ്ങ? അല്ല മത്തങ്ങ ചെറുേട്ടന് കൊടുക്കാം. വഴുതനങ്ങ വേണോ? മത്തങ്ങ നമുക്ക് വഴുതനങ്ങ എന്തായാലും ആവശ്യം ഉണ്ടായില്ല. ചെറുേട്ടൻ ഇവിടെ ചേട്ടൻ അവിടെ നാഗമൊക്കെ പഴുത്തു പോയിരുന്നു പൊട്ടിക്കാണ്ട്. ചേച്ചി ദേ അവിടെ നനയ്ക്കുന്നുണ്ട്, അങ്ങോട്ട് പോവാം. ചേച്ചിനെ കാണാണ്ട്. അയ്യോ ഇവിടെ തുളസി നിറഞ്ഞൂലേ, തുളസി നിറഞ്ഞൂന്ന്. തുളസിയാ നോക്കിയേ. ഇത് കാണുമ്പോ നമ്മുടെ തങ്കാറ്റിക്ക് കൊതിയാവും തുളസി കാണുമ്പോ. ഞങ്ങള് ഒരു ഭയങ്കരമായ വിളവെടുപ്പ് നടത്തിയിട്ട് വരാം. ചേച്ചി മത്തങ്ങ വേണോ? വാ. അതെ, 2 മത്തങ്ങ ഇരിക്കുന്നുണ്ട് അവിടെ. കാശ് തുമ്പാരെ തയ്യാലേ ചേട്ടൻ വാങ്ങിയതല്ലേ? അല്ലേ? അല്ല, എവിടെന്ന്? അവിടുന്ന് പറിച്ച് ഒരു 2 വിത്ത് കൊടുന്നത് മണ്ണെത്തി തന്നെ. അതെ, കണ്ട നല്ല ഭംഗിയില്. ഈ കളറ് ഇങ്ങനെ കാണാറില്ല. ഒരു വൈലറ്റാണ് ഇപ്പൊ എപ്പോഴും കാണാറ്. ഇങ്ങനത്തെ കട്ട കാശത്തുമ്പോ കാണാറില്ല. കണ്ട ചോപ്പല്ലേ? ചുമപ്പും കാണാറുണ്ട്. എന്തുട്ടിന്? അയ്യോ, എന്തുട്ട് പറ്റിയേ? എന്തുട്ട് പറ്റിയ പപ്പ? മഞ്ഞ കളർ. ആ, അപ്പം എന്തുട്ട് ശിയനി? ആ, നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ. ചീര. ചീര പച്ചപ്പ് കൂടും. ചീര ഇവിടെ വല്ല തൈ ഉണ്ടെങ്കിൽ ചേട്ടൻ പറിച്ചോണ്ട് വന്നിട്ട് ഒരു തടം നട്ടോ. അവിടെ ഒന്നും മുളച്ചില്ല വിത്ത് വാങ്ങിച്ചിട്ട്. അല്ല ചേട്ടൻ ഒന്നും നമ്മളോട് വർത്താനം പറയാൻ സമയമില്ല. കാരണം വയ്യാണ്ടായിട്ട് 1-2 ആഴ്ച അല്ല ചേട്ടൻ പോയി. അപ്പോ വേഗം കല്യാണം ആണെങ്കിൽ 2 ആഴ്ച കൂടെ ഉള്ളു. അപ്പോഴത്തേക്കും അല്ല ചേട്ടൻ ഇവിടെ ഭംഗിയാക്കണം. ഇല്ല, നല്ല പച്ചപ്പായി തുടങ്ങി. നല്ല പച്ചപ്പ്. അതന്നെ. അതേ നമ്മുടെ പന്തലുകൾ കണ്ടില്ലേ? ഇവിടെയൊക്കെ പന്തലുകളൊക്കെ സെറ്റാക്കി ഓരോന്നേ പന്തലുമ്മിലേക്ക് കയറി തുടങ്ങി. സുമേഷ് ഉണ്ടാക്കിയത്. ചേച്ചീനെ കണ്ടല്ലോ അല്ലേ? ചേച്ചിക്ക് ചെറുതായിട്ടൊരു ചുമയുണ്ട്. ദേ പിന്നെ മാറി തുടങ്ങി. ഞങ്ങൾ ഇനി വീണ്ടും അടുത്ത ഷോപ്പിങ്ങിന് ഇറങ്ങും. ഡ്രസ്സ് എടുക്കല് ഞങ്ങളുടെ കഴിഞ്ഞിട്ടുള്ളൂ. ചേട്ടന് ജഗ്ഗുവിന് എടുക്കണം, അല്ലും ചേട്ടന് എടുക്കണം. ഷുമാക്കറിന് പിന്നെ അവൻ എടുത്തോളും അല്ലേ? അവൻ്റെ എടുക്കല് കഴിഞ്ഞു എന്ന് പറഞ്ഞേ. കുർത്തി എടുത്തു. കുർത്തിയാണ്. അല്ല ചേട്ടന് കുർത്തിയാ ഇടാ? രാവിലെ ഇട്ടോക്ക്, ചിലപ്പോ ഭംഗിയുണ്ടാവും. കുർത്തി മുണ്ട് കൊടുക്കാം ഗുരുവായൂർ കെട്ടിന് പോകുമ്പോ. ഇവർക്കുള്ളത് എടുക്കാൻ ഞങ്ങൾ കല്യാണിലേക്കും ജയലക്ഷ്മിയിലേക്കൊന്നും പോലും. ഇതിവിടെ ഒല്ലൂരൊരു കുഞ്ഞു കടയുണ്ട്. അവിടെ പോയിട്ട് 250 രൂപ പെരീനും 600 രൂപ ഒരു മുണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. അതാണ് നമ്മുടെ ഇത്. അല്ലാണ്ട് ഇവര് പോകണ പോലെ 6000-7000 നല്ല ഡ്രസ് എടുക്കാറല്ലോ ആണുങ്ങളൊക്കെ ലോക്കൽ. എന്നാലും ഭംഗിയാണുങ്ങളെ കാണാനാ. അതാണ് ഞങ്ങളുടെ വിഷമം. ഞങ്ങൾ 6000 വരെ സാരി എടുത്തു, ഒരു 600 വരെ ഇട്ടാൽ ഇവരെ കാണാനാ ലുക്ക്. ഞങ്ങൾക്ക് ഒല്ലൂരിന്ന് ലോക്കൽ കടയിന്ന് ഇവർക്ക് കല്യാൺ ജയലക്ഷ്മിക്കോ കുത്താമ്പുള്ളിന്ന്. അങ്ങനെ അപ്പൊ ഞങ്ങൾ ഇന്ന് പോണം ജെറുസലായിരുന്നു അവിടെ നോക്കാനായിട്ട്. അല്ല മേച്ചേരിൽ എനിക്ക് ഈ ജഗ്ഗുവിന് ടീഷർട്ടുകൾ എടുക്കുമ്പോഴും ചേട്ടൻ എടുക്കുമ്പോഴായാലും ബാക്കി വലിയ കടകളിൽ പോണതിനേക്കാളും മേച്ചേരിൽ പോകുമ്പോഴാട്ടോ എനിക്ക് നല്ലത് കാണാറുള്ളത്. അതെ, വലിയ കടകളിൽ പോയി കഴിഞ്ഞാൽ 2000-3000 കൊടുക്കേണ്ടി വരും. അല്ല 2000-3000 ഭംഗിയിലാന്ന് കാണാൻ. അല്ല പോവാറില്ല ചേച്ചി. 200-250-300-325 വേണ്ട. ഇപ്പൊ ജഗ്ഗു ഇട്ടേക്കണതൊക്കെ അവിടെ നിന്ന് എടുക്കണതാ. ഇതൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുള്ള. അയ്യോ പാവല്ലേ ചേട്ടാ. അന്ന് നമുക്ക് മാൻഷെയറിലേക്ക് പോയാലോ? ചേച്ചിയെ പൊക്കോട്ടല്ലേ? അപ്പൊ നിങ്ങൾ എന്നാ മാൻഷെയറിൽ പോയിട്ട് എടുത്തോ. എന്തിനാണ്? ശരി.
കണ്ട അപ്പൊ അങ്ങനെ പറയും എടുത്തോളാൻ പറഞ്ഞ ആ എന്തിനാണ് എന്ന് പറയും. ആവശ്യമില്ലേ? അപ്പോ ഇതൊക്കെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകണം കേട്ടാ. ചെറുതായിട്ടിന് മത്തങ്ങ വേണ്ടി വരും ചിട്ടാ. അവിടെ രണ്ട് മത്തങ്ങ മത്തങ്ങ ഉണ്ട് പോകുന്നത്. അയ്യോ നിങ്ങക്ക് വേണം മത്തങ്ങ? ഇനി ഇവിടെ നല്ല ചേട്ടൻ ചീത്ത വെക്കും. അല്ല നമ്മള് തിന്നും, കൂട്ടാൻ വയ്ക്കും, എല്ലാം ചെയ്യും. പായസം വെക്കണോ? പായസം വെക്കാനുള്ളത് ഇല്ല. പായസം വെച്ചാൽ രസം ഉണ്ടാവും. ഇത് നല്ല പഴുത്തതായ കാരണം. ആ നല്ല പായസം അല്ല അലുവി ഉണ്ടാക്കാം നമുക്ക് വേണമെങ്കിൽ. അപ്പൊ ചാണം ഒരു വണ്ടി ഇറക്കിയപ്പോഴേ അല്ല ചേട്ടൻ ഒന്നുകൂടി ആവേശം കൂടി അല്ലേ? വൈകുന്നേരത്തേക്ക് കൂർക്ക കുറച്ച് പറക്കിയിരുന്നു ചേട്ടാ. നാശായി പോകുമ്പോഴേക്കും മന്ത് വന്നിട്ടുണ്ടാവോ? ഏയ് മഴയില്ലല്ലോ ഇപ്പോ. അപ്പൊ നമുക്ക് വൈകുന്നേരത്തേക്ക് കൂർക്കപ്പേരിയും കഞ്ഞിയും ആക്കാം. അല്ല ചേട്ടാ പഴം തരാൻ വിളിക്കണു ചേട്ടാ. ഇങ്ങോട്ട് തിരിക്കി. വാടാ. പാടത്തിനോട് നമ്മൾ എന്തിനാണ് അതൃപ്തി കാണിക്കുന്നത്? മൂന്നാൾക്ക് ഓരോ പഴം. താങ്ക് യു. അപ്പൊ വൈകുന്നേരത്തെ ഭക്ഷണം കഴിഞ്ഞു. ഒരു പഴം. ഒരു പഴം മതി. അപ്പൊ കൂർക്ക പറക്കിലേ പൊളിഞ്ഞു. എന്റെ കഴിഞ്ഞു. ഞാൻ ഇനി വേറെ ഒന്നും കഴിക്കില്ല. എന്നിട്ടും ചോറുണ്ട്. ചോറുണ്ടില്ലേ? പിന്നെ കഴിച്ചേ? ഇല്ല കഴിച്ചില്ലേ? ജഗ്ഗുന് ജഗ്ഗുന്. അപ്പൊ കൂർക്ക പറക്കാനായിരുന്നല്ലേ? കൂർക്ക ഇനിയിപ്പൊ പറക്കില്ലേ? വേണേ പറിച്ച് നന്നാക്കി വെക്കല്ലേ, നാളെ കാലത്തേക്ക് പെരുക്കി. തിന്നിട്ട് നമുക്ക് പോവാം. നാളെ സ്കൂളുള്ളത് ചേട്ടാ. ഇപ്പൊ നന്നാക്കിയത് വേവിച്ച് വെച്ചാലേ കാലത്ത് കാച്ച വേണ്ടോ? പാടം നിന്നിട്ട് പോവാം. നല്ല പഴുത്ത പഴം.